പന്തലിലെ വലിയ ആർഭാടങ്ങളും അതിഥികളുടെ ബഹളങ്ങളുമെല്ലാം ഒഴിഞ്ഞു പോയിരുന്നു. വീടിന്റെ ഉമ്മറത്തിപ്പോയും കല്യാണ ചെറുക്കന്റെയും പെണ്ണിന്റെയും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വാടിയ മുല്ലപ്പൂവിന്റെ മണവും കരിഞ്ഞു തീർന്ന നിലവിളക്കിന്റെ തിരിയും അവശേഷിച്ചിരുന്നു. മുകളിലത്തെ നിലയിലെ ആ വലിയ മുറി മണവാട്ടിയെ സ്വീകരിക്കാൻ പാകത്തിൽ റോസാപ്പൂക്കൾ കൊണ്ടും മുല്ലപ്പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. വായുവിൽ മുല്ലപ്പൂവിന്റെ തീവ്രമായ സുഗന്ധം പടർന്നു നിന്നു. പക്ഷേ ആ മുറിയിലുണ്ടായിരുന്ന രണ്ട് മനുഷ്യരുടെ മനസ്സിൽ പ്രണയത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല. അഞ്ജന കട്ടിലിൻ്റെ ഒരറ്റത്ത് ഇരിക്കുകയായിരുന്നു. കനത്ത കാഞ്ചിപുരം പട്ടുസാരിയും ദേഹം നിറയെ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങളും അവളെ കൂടുതൽ തളർത്തിയിരുന്നു. അവളുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. അച്ഛൻ്റെ വാശിക്ക് മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വന്ന ഒരു പെണ്ണിൻ്റെ നിസ്സഹായതയായിരുന്നു അവൾക്ക്. പ്രണയിച്ച ആളോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, തനിക്കൊട്ടും താല്പര്യമില്ലാത്ത എപ്പോഴും ഗൗരവക്കാരനായ ഈ സിദ്ധാർത്ഥിൻ്റെ ഭാര്യയാകേണ്ടി വന്നല്ലോ എന്നതായിരുന്നു അവളുടെ സങ്കടം. പെട്ടെന്നാണ് വാതിൽ തുറന്ന് സിദ്ധാർത്ഥ് അകത്തേക്ക് വന്നത്. അവൻ്റെ ഷർട്ടിൻ്റെ മുകളിലെ 2 ബട്ടണുകൾ തുറന്നിട്ടുണ്ടായിരുന്നു. മുഖത്ത് കടുത്ത ദേഷ്യവും ക്ഷീണവും വ്യക്തമായിരുന്നു. അവൻ അകത്തു കയറി വാതിൽ ലോക്ക് ചെയ്തു. ആ ശബ്ദം കേട്ടതും അഞ്ജന ഒന്ന് ഞെട്ടി. കട്ടിലിലെ ബെഡ്ഷീറ്റിൽ അവളുടെ കൈകൾ മുറുകി. സിദ്ധാർത്ഥ് കട്ടിലിനടുത്തേക്ക് നടന്നു വന്നു. അവൻ അഞ്ജനയെ രൂക്ഷമായി ഒന്ന് നോക്കി. എന്നിട്ട് കയ്യിലിടുന്ന വാച്ചും മൊബൈലും ടേബിളിലേക്ക് എറിഞ്ഞു. നോക്ക് അഞ്ജന, സിദ്ധാർത്ഥിൻ്റെ കനത്ത ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. നിനക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഞാൻ ഈ താലി കെട്ടിയത്. അഞ്ജന പതിയെ തലയുയർത്തി അവനെ നോക്കി. അവളുടെ കണ്ണുകളിലെ കണ്ണീർ കണ്ട് അവൻ ഒന്ന് മടിച്ചെങ്കിലും ഭാവം മാറ്റിയില്ല. നമ്മൾ 2 പേരും 2 വഴിക്ക് ചിന്തിക്കുന്നവരാണ്. ഒരുമിച്ച് ജീവിച്ചാൽ അത് ദുരന്തമായിരിക്കും. അതുകൊണ്ട് എനിക്കൊരു നിർദ്ദേശമുണ്ട്. സിദ്ധാർത്ഥ് കബോർഡിൽ നിന്ന് ഒരു വെള്ളക്കടലാസ് എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഇതെന്താ? അഞ്ജന പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഇതൊരു കരാറാണ്, നമുക്കിടയിലെ രഹസ്യ കരാർ. സിദ്ധാർത്ഥ് പേന അവളുടെ മുന്നിലേക്ക് നീട്ടി. കൃത്യം 6 മാസം. ഈ 6 മാസം നമ്മൾ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവിക്കും. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ നമ്മൾ ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കും. പക്ഷേ ഈ മുറിക്കുള്ളിൽ നമ്മൾ വരും അപരിചിതരായിരിക്കും. നീ നിന്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്. എൻ്റെ കാര്യങ്ങളിൽ നീ ഇടപെടരുത്, നിന്റെ കാര്യങ്ങളിൽ ഞാനും. കൃത്യം 6 മാസം തികയുന്ന ദിവസം ഞാൻ നിനക്ക് ഡിവോഴ്സ് തരും. അതിനുശേഷം നിനക്ക് നിന്റെ ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാം. സിദ്ധാർത്ഥിൻ്റെ വാക്കുകൾ കേട്ട് അഞ്ജന തരിച്ചുപോയി. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രി ഏതൊരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളായിരുന്നു അത്. അവളുടെ ആത്മാഭിമാനത്തിന് അതൊരു വലിയ മുറിവായി മാറി. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. കണ്ണീർ തുള്ളിച്ചുകൊണ്ട് അവൾ സിദ്ധാർത്ഥിൻ്റെ നേരെ മുന്നിൽ വന്നു നിന്നു. നിനക്ക് മാത്രമല്ല സിദ്ധാർത്ഥ്, ആത്മാഭിമാനമുള്ളത് എനിക്കുമുണ്ട്. അഞ്ജനയുടെ ശബ്ദത്തിൽ ഒരു ദൃഢതയുണ്ടായിരുന്നു. എനിക്കും നിന്നോടൊപ്പം ജീവിക്കാൻ ഒരു താല്പര്യവുമില്ല. നിന്റെ ഈ 6 മാസത്തെ കരാർ ഞാൻ അംഗീകരിക്കുന്നു. തന്നേക്കൂ ആ പേപ്പർ. അവൾ സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ നിന്നും പേന വാങ്ങി ആ കരാർ പത്രത്തിൽ ഒപ്പിട്ടു. കരാർ ഒപ്പിട്ടു കഴിഞ്ഞു. ഇനി എനിക്ക് ഉറങ്ങണം. നീ എവിടെയെങ്കിലും പോയി കിടന്നോ? അഞ്ജന കട്ടിൽ കിടന്നിരുന്ന് തലയിണയും ഒരു ബെഡ്ഷീറ്റും എടുത്ത് സിദ്ധാർത്ഥിൻ്റെ നേരെ നീട്ടി. സിദ്ധാർത്ഥൊന്നും മിണ്ടാതെ അത് വാങ്ങി മുറിയിലെ സോഫയിലേക്ക് പോയി കിടന്നു. ലൈറ്റ് അണഞ്ഞു. ആ വലിയ മുറിയിൽ 2 പേരും 2 കോണുകളിലായി കിടന്നു. പരസ്പരം ശത്രുക്കളെ പോലെ നോക്കിക്കൊണ്ട് അപരിചിതരായി അവർ തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു. അന്ന് ആ തണുത്ത രാത്രി തുടങ്ങിയതാണ് 6 മാസത്തെ ആ നരക തുല്യമായ കാത്തിരിപ്പ്. അതിനുശേഷം നീണ്ട 6 മാസങ്ങൾ കടന്നുപോയി. അവർ ഒരു വീട്ടിൽ 2 മുറികളിലായി കഴിഞ്ഞു. സംസാരിക്കുന്നത്
തന്നെ വളരെ ചുരുക്കം. സംസാരിച്ചാൽ തന്നെ അത് വലിയ വഴക്കുകളിലാണ് അവസാനിക്കാറ്. പരസ്പരം കുറ്റപ്പെടുത്തിയും പരിഹസിച്ചും അവർ ദിവസങ്ങൾ തള്ളി നീക്കി. എന്നാൽ ആ വഴക്കുകൾക്കിടയിലും സിദ്ധാർത്ഥ് തൻ്റെ കാര്യങ്ങളിൽ പുലർത്തിയിരുന്ന ഒരു കരുതൽ അഞ്ജന ശ്രദ്ധിച്ചിരുന്നു. അവൾക്ക് സുഖമില്ലാതെ വരുമ്പോൾ അവനറിയാതെ ടേബിളിൽ കൊണ്ടുവെക്കുന്ന ഗുളികകളും, വൈകി വരുമ്പോൾ വാതിൽക്കൽ കാത്തു നിൽക്കുന്ന കണ്ണുകളും അവളിൽ പ്രണയത്തിൻ്റെ വിത്തുപാകിയിരുന്നു. പക്ഷേ അവൾ അതൊരിക്കലും പുറത്തു കാണിച്ചില്ല. ഒടുവിൽ ആ ദിവസം എത്തിച്ചേർന്നു. മഴ തോർന്ന് തോർന്ന് ആ തണുത്ത രാത്രി. സമയം 12 മണി കഴിഞ്ഞിരുന്നു. ആ വലിയ വീട്ടിൽ അപ്പോൾ പൂർണ്ണമായ നിശബ്ദതയായിരുന്നു. ജനലിലൂടെ അടിച്ചു കയറുന്ന തണുത്ത കാറ്റിൽ ജനൽ വിരികൾ പതിയെ ഉലയുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ രണ്ടാമത്തെ നിലയിലെ മുറിയിൽ അപ്പോഴും വെളിച്ചം തെളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അത് സിദ്ധാർത്ഥിൻ്റെ മുറിയായിരുന്നു. കട്ടിൽ ഇരപ്പുറക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അവൻ. നാളെ നാളെയാണ് ആ ദിവസം. 6 മാസത്തെ ആ കരാർ അവസാനിക്കുന്ന ദിവസം. നാളെ രാവിലെ ഇരുവരും ചേർന്ന് ഒപ്പിട്ട ആ ഡിവോഴ്സ് പേപ്പറുമായി അവർ വക്കീലിൻ്റെ അടുക്കിലേക്ക് പോകും. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു സിഗരറ്റിന് തീ കൊളുത്തി. തൊട്ടടുത്ത മുറിയിൽ അഞ്ജനയും ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ തലയിണയിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. നാളെയോടെ എല്ലാം തീരും. അവൾ ആഗ്രഹിച്ച സ്വാതന്ത്ര്യം നാളെ അവൾക്ക് കിട്ടും. പക്ഷേ എന്തുകൊണ്ടോ അവളുടെ മനസ്സത് ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നിപ്പിച്ചു. അവൾ പോലും അറിയാതെ സിദ്ധാർത്ഥ് അവളുടെ മനസ്സിൽ എവിടെയോ കയറിക്കൂടിയിരുന്നു. സമയം പുലർച്ചെ 1 മണിയോട് എടുക്കുന്നു. പെട്ടെന്നാണ് അഞ്ജനക്ക് അവളുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളുടെ കാര്യം ഓർമ്മ വന്നത്. നാളെ രാവിലെ തന്നെ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടതാണ്. ആ ഫയലുകൾ സിദ്ധാർത്ഥിൻ്റെ മുറിയിലെ കബോർഡിലാണ് വെച്ചിരിക്കുന്നത്. അവൾ പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് മുറിക്ക് പുറത്തിറങ്ങി. സിദ്ധാർത്ഥിൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നു. വാതിലിൻ്റെ അടിയിലൂടെ വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. പതിയെ അവൾ വാതിലിൽ മുട്ടി. സിദ്ധാർത്ഥ്, അവൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു. മറുപടിയൊന്നും കേൾക്കാത്തത് കൊണ്ട് അവൾ പതിയെ വാതിൽ തള്ളി തുറന്നു. മുറിയിൽ സിദ്ധാർത്ഥിനെ കണ്ടില്ല. അവൻ ബാത്റൂമിലാണെന്ന് തോന്നുന്നു. അകത്തുനിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അഞ്ജന പതിയെ കബോർഡിനടുത്തേക്ക് നടന്നു. അവൾ തിരഞ്ഞ ഫയൽ ഏറ്റവും മുകളിലെ തട്ടിലായിരുന്നു ഇരുന്നത്. അവളുടെ കൈകൾ അവിടെ എത്തുന്നില്ലായിരുന്നു. അവൾ കാൽവിരലുകൾ ഉയർന്നു നിന്നു ആ ഫയൽ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് ബാത്റൂമിൻ്റെ വാതിൽ തുറന്നത്. സിദ്ധാർത്ഥ് വെറും തോർത്ത് മാത്രം ഉടുത്ത് നനഞ്ഞ മുടിയുമായി പുറത്തേക്ക് വന്നു. മുറിയിൽ അഞ്ജനയെ കണ്ടതും അവൻ ഒന്ന് ഞെട്ടി. നീ എന്താ ഈ സമയത്ത് എൻ്റെ മുറിയിൽ? അവൻ ചോദിച്ചു. പെട്ടെന്ന് അവൻ്റെ ശബ്ദം കേട്ടതും ഭയഭ്രാന്തയായ അഞ്ജന കഴിവെഴുതി പിന്നിലേക്ക് മറിഞ്ഞു വീഴാൻ പോയി. അയ്യോ! അവൾ കണ്ണുകൾ പൂട്ടി നിലവിളിച്ചു. പക്ഷെ അവൾ നിലത്ത് വീണില്ല. അതിനു മുമ്പ് തന്നെ ശക്തമായ 2 കൈകൾ അവളെ താങ്ങി പിടിച്ചിരുന്നു. സിദ്ധാർത്ഥ് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. 2 പേരുടെയും ശ്വാസഗതി വേഗത്തിലായി. സിദ്ധാർത്ഥിൻ്റെ നനഞ്ഞ ശരീരത്തിലെ തണുത്ത വെള്ളത്തുള്ളികൾ അഞ്ജനയുടെ മുഖത്തേക്കും കഴുത്തിലേക്കും അടർന്നു വീണു. അവൻ്റെ നെഞ്ചിടിപ്പിൻ്റെ താളം അഞ്ജനയ്ക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു. അവളുടെ വട്ടത്തിലുള്ള വലിയ കണ്ണുകൾ ഭയത്തോടെയും ആകുലതയോടെയും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. കഴിഞ്ഞ 6 മാസമായി താൻ അകറ്റി നിർത്താൻ ശ്രമിച്ച ആ രൂപം ഇത്രയും അടുത്ത് നിൽക്കുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ തുടങ്ങി. അവളുടെ ശരീരത്തിൽ നിന്നും ഉയർന്നു വന്ന നേർത്ത ചന്ദനമണം അവൻ്റെ മസ്തിഷ്കത്തെ മരവിപ്പിച്ചു കളഞ്ഞു. അവന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിനടുത്തേക്ക് നീണ്ടു. അവൻ തൻ്റെ കൈകൾ കൊണ്ട് അവളുടെ ശരീരത്തിൽ സ്പർശിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത നിമിഷം
അഞ്ജനക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി. അവളുടെ കൈകൾ സിദ്ധാർത്ഥിന്റെ തോളിൽ മുറുകെ പിടിച്ചു. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചില്ല. പകരം അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. സിദ്ധാർത്ഥിന്റെ ചൂടുള്ള ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾ ഒന്ന് വിറച്ചു. സിദ്ധാർത്ഥ്, വേണ്ട, അവൾ വിക്കി പറഞ്ഞു. പക്ഷേ ആ വാക്കുകൾ തടസ്സപ്പെടുത്താനുള്ള ആഗ്രഹത്തേക്കാൾ കൂടുതൽ ഒരു തരം കീഴടങ്ങലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ പതിയെ അമർന്നു. ഒരു ചെറിയ പ്രണയ നൊമ്പരം അവളിലൂടെ കടന്നുപോയി. അവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. നനഞ്ഞ മുടിയിഴകളിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികൾ അവരുടെ പ്രണയത്തിൻ്റെ ചൂടിൽ ആവിയാകുന്നത് പോലെ തോന്നി. നാളെ തങ്ങൾ അപരിചിതരാകാൻ പോകുന്നവരാണെന്നുള്ള യാഥാർത്ഥ്യം ആ നിമിഷം അവർ പൂർണ്ണമായി മറന്നു. പെട്ടെന്ന് അഞ്ജനയുടെ കവളയിലൂടെ ഒരു കണ്ണീർത്തുള്ളി ഒലിച്ചിറങ്ങി സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ വീണു. ആ തണുപ്പ് അവൻ്റെ ഉള്ളിലേക്ക് തറച്ചു കയറി. അവൻ പെട്ടെന്ന് അവളെ പിടിച്ചു മാറ്റി പിന്നിലേക്ക് മാറി നിന്നു. സിദ്ധാർത്ഥ് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അഞ്ജനയുടെ വസ്ത്രങ്ങൾ അല്പം അഴിഞ്ഞുലഞ്ഞിരുന്നു. അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഐ ആം സോറി. സിദ്ധാർത്ഥ തലക്ക് കൈവച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു. എനിക്ക് പറ്റിയ തെറ്റാണ്. നീ പോയിക്കോ. അഞ്ജന ഒന്നും മിണ്ടിയില്ല. അവൾ അഴിഞ്ഞുപോയ തൻ്റെ മുടിയിഴകൾ ഒതുക്കി വെച്ച് തറയിൽ കിടന്ന ഫയലും എടുത്ത് തിരിഞ്ഞു നോക്കാതെ ആ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. തൻ്റെ മുറിയിലെത്തി വാതിലടച്ച് അഞ്ജന ആ വാതിലിൽ ചാരി നിന്ന് വിതുമ്പി കരഞ്ഞു. അവളുടെ ഹൃദയം വളരെ വേഗത്തിൽ ഇടിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ കഴുത്തിൽ ഇപ്പോഴും അവൻ്റെ ചുണ്ടുകളുടെ ചൂട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തെ മുറി സിദ്ധാർത്ഥ അപ്പോഴും ഇരുട്ടിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവൻ ആലോചിച്ചു, നാളെ കഴിഞ്ഞാൽ അവൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ എന്താണ് ചെയ്തത്? എനിക്ക് അവളെ പ്രണയമായിരുന്നു. ആ രാത്രി പിന്നീട് അവർ ഉറങ്ങിയില്ല. നേരം വെളുക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. രാവിലെ 6 മണി. കോടമഞ്ഞിറങ്ങിയ ആ പുലർക്കാലത്ത് വീടിനും ഒരു ശ്മശാന മൂകതയായിരുന്നു. അഞ്ജന തൻ്റെ ബാഗുകളെല്ലാം പാക്ക് ചെയ്ത് ഹാളിൻ്റെ ഒരു വശത്തായി വെച്ചു. അവൾ ഒരു ലളിതമായ ചുരിദാറാണ് ധരിച്ചിരുന്നത്. മുഖത്ത് ഉറക്കമില്ലായ്മയുടെ ക്ഷീണം വ്യക്തമായിരുന്നു. സിദ്ധാർത്ഥ തൻ്റെ മുറിയിൽ നിന്നും ജീൻസും ഷർട്ടുമായിട്ട് റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ കയ്യിൽ ആ നീല ഫയൽ ഉണ്ടായിരുന്നു, അവരുടെ ഡിവോഴ്സ് കരാർ പത്രം. അവൻ അഞ്ജനയെ ഒന്ന് നോക്കി. അവൾ കണ്ണുകൾ വെട്ടിച്ച് നിലയ്ക്ക് നോക്കി നിന്നു. പരസ്പരം ഒരു വാക്കുപോലും സംസാരിക്കാതെ അവർ കാറിലേക്ക് കയറി വണ്ടി വക്കീലിൻ്റെ ഓഫീസിലേക്ക് നീങ്ങി. കാറിനുള്ളിൽ റേഡിയോയിൽ ഒരു പഴയ പ്രണയഗാനം പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആ അന്തരീക്ഷത്തിൻ്റെ ഗൗരവം കൂട്ടുകയേ ചെയ്തുള്ളൂ. സിദ്ധാർത്ഥ് വല്ലപ്പോഴും മിററിലൂടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആകെ തളർന്ന അരിപ്പ് അവൻ്റെ നെഞ്ചു പൊള്ളിച്ചു. അഞ്ജന. വണ്ടി ഓടിക്കുന്നതിനിടയിൽ സിദ്ധാർത്ഥ് പതുക്കെ വിളിച്ചു. അവൾ മിണ്ടിയില്ല. ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇന്നലെ രാത്രി സംഭവിച്ചതിന് ഞാൻ ഒന്നുകൂടി ക്ഷമ ചോദിക്കുന്നു. ഞാൻ അങ്ങനെ പെരുമാറാതായിരുന്നു. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഇടർച്ചയുണ്ടായിരുന്നു. അഞ്ജന പതുക്കെ മുഖം തിരിച്ചു. അവളുടെ കണ്ണുകളിൽ ദേഷ്യവും വേദനയും തിളങ്ങി മറിഞ്ഞു. ഇപ്പോൾ അത് പറഞ്ഞിട്ട് എന്താണ് കാര്യം സിദ്ധാർത്ഥ്? നീ വിചാരിച്ചത് നീ നടത്തി. 6 മാസം നീ എന്നെ ഒരു ശത്രുവിനെ പോലെയാണ് കണ്ടത്. എന്നിട്ട് അവസാന രാത്രി അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. തൊണ്ടയിടറി അവൾ മുഖം തിരിച്ചു കളഞ്ഞു. സിദ്ധാർത്ഥിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ കാറിൻ്റെ സ്പീഡ് കൂട്ടി. വക്കീൽ മാധവൻ നായർ അവരുടെ മുന്നിലിരുന്ന ഫയലുകൾ ഓരോന്നായി പരിശോധിച്ചു. അയാൾ പ്രായം ചെന്ന അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ 2 ചെറുപ്പക്കാരുടെയും മുഖത്തെ ഭാവങ്ങൾ അയാൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 2 പേരും ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ? വക്കീൽ കണ്ണട ഒരു മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു.
പരസ്പര സമ്മതത്തോടെയുള്ള ഡിവോഴ്സാണ്. 6 മാസത്തെ സെപ്പറേഷൻ കഴിഞ്ഞു. ഇനി പേപ്പറിൽ ഒപ്പിട്ട് പ്രൊസീഡിംഗ് തുടങ്ങാം. അതെ സാർ, ഞങ്ങൾ തീരുമാനിച്ചതാണ്, സിദ്ധാർത്ഥ് വളരെ കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. വക്കീൽ പേപ്പറും പേനയും അഞ്ജനയുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. അഞ്ജന, ഇവിടെ ഒപ്പിടും. അഞ്ജനയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ പേന കയ്യിലെടുത്ത് പേപ്പറിൽ സിഗ്നേച്ചർ ഓഫ് ദ വൈഫ് എന്നെഴുതിയ ഭാഗത്തേക്ക് പേന മുട്ടിച്ചതും അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ ആ വെള്ളക്കടലാസിലേക്ക് ഇറ്റു വീണു. അത് അവിടെയുണ്ടായിരുന്ന മഷി പടർത്തി കളഞ്ഞു. അവൾ ഒപ്പിടാൻ ആഞ്ഞു. നിൽക്കൂ. പെട്ടെന്ന് സിദ്ധാർത്ഥ് അവളുടെ കൈകളിൽ കയറിപ്പിടിച്ചു. അഞ്ജന ഞെട്ടിപ്പിടിഞ്ഞ് അവനെ നോക്കി. വക്കീലും അത്ഭുതത്തോടെ അവരെ നോക്കി. എന്താ സിദ്ധാർത്ഥ്? വക്കീൽ ചോദിച്ചു. സിദ്ധാർത്ഥ് അഞ്ജനയുടെ കയ്യിൽ നിന്നും പേന വാങ്ങി മേശപ്പുറത്തേക്ക് എറിഞ്ഞു. അവൻ അവളോട് തിരിഞ്ഞു നിന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡിവോഴ്സ് വേണ്ട സാർ. എനിക്ക് ഒപ്പിടാൻ കഴിയില്ല, സിദ്ധാർത്ഥ് ഉറക്കെ പറഞ്ഞു. അഞ്ജന തരിച്ചിരുന്നു പോയി. നീ എന്താ ഈ പറയുന്നത് സിദ്ധാർത്ഥ്? 6 മാസം മുമ്പ് നീ തന്നെയല്ലേ ഈ കരാർ ഉണ്ടാക്കിയത്? എന്നിട്ടിപ്പോൾ? അതെ, അന്ന് എനിക്ക് ഭ്രാന്തായിരുന്നു. സിദ്ധാർത്ഥ് അവളുടെ തോളുകളിൽ പിടിച്ചുകൊണ്ട് കുലുക്കി. നിന്നെ ദേഷ്യം പിടിപ്പിക്കാനും അകറ്റി നിർത്താനും വേണ്ടിയാണ് ഞാനത് ചെയ്തത്. പക്ഷേ ഈ 6 മാസം കൊണ്ട് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന അവസ്ഥയിലായി ഞാൻ. ഇന്നലെ രാത്രി ഞാൻ നിന്നോട് പെരുമാറിയത് ഏതെങ്കിലും ഒരു അവകാശം സ്ഥാപിക്കാനല്ല, എൻ്റെ ഉള്ളിലെ പ്രണയം നിയന്ത്രിക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. ഐ ലവ് യു അഞ്ജന. എനിക്ക് നിന്നെ പിരിയാൻ കഴിയില്ല. അഞ്ജനയുടെ കാതുകളിൽ ആ വാക്കുകൾ ഒരു മന്ത്രം പോലെ വന്നു പതിച്ചു. അവൾ വിശ്വസിക്കാൻ കഴിയാതെ അവനെ തന്നെ നോക്കി നിന്നു. വക്കീൽ മാധവൻ നായരുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അയാൾ ആ ഫയലുകൾ എല്ലാം എടുത്ത് കബോർഡിലേക്ക് വെച്ചു. കുട്ടികളെ, നിയമം വഴി നിങ്ങൾക്ക് വേർപിരിയാം. പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ ഇതിനകം ഒന്നായി കഴിഞ്ഞു. ഈ ഡിവോഴ്സ് പേപ്പർ ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോകൂ. പോയി സംസാരിച്ച് തീർക്കും, വക്കീൽ പറഞ്ഞു. തിരിച്ച് കാറിൽ വരുമ്പോൾ വണ്ടിയിലുണ്ടായിരുന്ന ആ കനത്ത ശബ്ദതയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വണ്ടി വീടിൻ്റെ മുറ്റത്തേക്ക് നിർത്തി. അഞ്ജന കാറിൽ നിന്നിറങ്ങി നേരെ ഹാളിലേക്ക് നടന്നു. സിദ്ധാർത്ഥ് അവളുടെ ബാഗുകളുമായി പുറകെ ചെന്നു. ഹാളിൽ വെച്ചവൻ ബാഗുകൾ താഴെ വെച്ചിട്ട് അവൾക്ക് മുന്നിൽ വന്നു നിന്നു. അഞ്ജന, നീ എന്നോട് ക്ഷമിക്കില്ലേ? ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു നിന്നെ. അറിയാം, നീ വേണമെങ്കിൽ എന്നെ അടിച്ചോ. പക്ഷേ ദയവ് ചെയ്ത് എന്നെ ഇട്ടിട്ട് പോകരുത്, അവൻ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അഞ്ജന പതുക്കെ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്ത് ആ പഴയ ഗൗരവമില്ലായിരുന്നു. പകരം ഒരു കുസൃതി ചിരി വിരിഞ്ഞിരുന്നു. 6 മാസം ഞാൻ അനുഭവിച്ച സങ്കടത്തിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും, മിസ്റ്റർ സിദ്ധാർത്ഥ്, അവൾ അവൻ്റെ നെഞ്ചിൽ ചെറുതായി തല്ലിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് പെട്ടെന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. എന്ത് വില വേണമെങ്കിലും ഞാൻ തരാം, നീ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അവൻ അവളെ വലിച്ചടുപ്പിച്ചു. ഈ തവണ അഞ്ജന ഒട്ടും മാറി നിന്നില്ല. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈകൾ പിണച്ചു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണ് സിദ്ധാർത്ഥ്. ഞാനിത് എന്നോ തിരിച്ചറിഞ്ഞിരുന്നു, അവൾ മന്ത്രിച്ചു. സിദ്ധാർത്ഥ് അവളുടെ താടിയിൽ പിടിച്ച മുഖം ഉയർത്തി. ഇന്നലെ രാത്രി പൂർണ്ണമാക്കാൻ കഴിയാതെ പോയ ആ പ്രണയ നിമിഷം അവർക്കിടയിൽ വീണ്ടും ഉണർന്നു. അവൻ പതിയെ അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ അടുപ്പിച്ചു. ജനലിലൂടെ വന്ന പ്രഭാത സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ആ മുറിയെ പ്രകാശപൂരിതമാക്കിയപ്പോൾ ആ രണ്ട് മനസ്സുകളും ഒടുവിൽ ഒന്നായി മാറുകയായിരുന്നു. ആ പഴയ കരാർ പേപ്പർ എവിടെയോ കിടന്ന് ദ്രവിച്ചു പോയി. പകരം അവരുടെ മനസ്സുകളിൽ പ്രണയത്തിൻ്റെ പുതിയൊരു കരാർ എഴുതപ്പെട്ടു.